എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ILR ചർച്ചകൾ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് UK-യിൽ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വളരെ പ്രസക്തവുമാണ്. PR 10 വർഷമാക്കാനുള്ള നീക്കം ചെറുക്കാനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. UK മലയാളികൾ ഒന്നിച്ചു നിന്നാൽ അനേകം ആളുകളുടെ ഭാവി ചോദ്യചിഹ്നമാകുന്നതിന് ഉത്തരമാകും. PR തീരുമാനം വഴി ഒരു കുടുംബത്തെ ബാധിക്കുന്ന ദോഷവശങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സുവർണ അവസരമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. UK-യിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ കുടിയേറ്റം നടന്ന 2021 മുതൽ എത്തിയവരുടെ സ്ഥിരതാമസം അവകാശം ഉറപ്പുവരുത്തി നൽകുന്ന കാലാവധി 5 നിന്നും 10 വർഷമാക്കാനുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നീക്കം 10,000-കണക്കിന് UK മലയാളി കുടുംബങ്ങളെ ഭാവി സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. എക്കാലത്തെയും സ്വപ്നമായ വീട് വാങ്ങുന്നതും കുട്ടികളുടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവും ഇഷ്ടമായ തൊഴിൽ മേഖല കണ്ടെത്താൻ വർക്ക് പെർമിറ്റിൽ തുടരണം എന്നതും അടക്കമുള്ള നിർണായക കാര്യങ്ങളിലാണ് 5 വർഷത്തെ കൂടി അധിക കാത്തിരിപ്പ് എന്നതും ഓരോ കുടുംബത്തിനും സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ ചെറുതല്ല. ഇതിനിടയിൽ 1-2 തവണ വിസ പുതുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ UK ഉപേക്ഷിച്ചാലോ എന്ന് ഏതൊരാളും സ്വയം ചോദിച്ചു പോകും. ഇതേ തുടർന്ന് മലയാളി എഞ്ചിനീയറിംഗ് പ്രൊഫഷണലായ ഓൺലൈൻ പെറ്റീഷൻ 1.25 ലക്ഷം ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ചതോടെ പാർലമെൻറ്റിൽ MPമാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിശദമായ ചർച്ച നടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ MPമാരും നിയമപരമായി എത്തിയവരുടെ സെറ്റിൽമെൻറ്റിൽ മുന്നിൽ വഴിമുടക്കിയായി നിൽക്കുന്ന സർക്കാർ നയത്തെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ചർച്ച കൊണ്ടൊന്നും സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് പിന്നീട് ആഭ്യന്തര സെക്രട്ടറി ഷബാന മുഹമ്മദ് നടത്തിയ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത്. ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി വാർഷിക കോൺഫറൻസിൻ്റെ വേദിയിൽ നിന്നും പുറത്തു വന്ന വാക്കുകളും വിഭിന്നം ആയിരുന്നില്ല. എന്നാൽ നിയമം നടപ്പാക്കും മുൻപ് സർക്കാർ പൊതുജനാഭിപ്രായ ശേഖരണം നടത്തുമെന്ന ഉറപ്പു നൽകിയ സർക്കാർ അതിനു മുൻപായി മന്ത്രിമാർ അടക്കമുള്ളവർക്ക് ഈ നിയമമാറ്റം എങ്ങനെയാണ് ഓരോരുത്തരെയും ബാധിക്കുക എന്ന കാര്യം അറിയാൻ ഒരു ശ്രമം നടത്തുകയാണിപ്പോൾ. ഹോം ഓഫീസുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിഷയം പഠിക്കാനായി കാൾ ഓഫർ എവിഡൻസ് എന്ന പേരിലാണ് സർക്കാർ നേരിട്ട് ഓൺലൈനായി പ്രശ്നം ബാധിക്കുന്നവരിൽ നിന്നും പ്രയാസങ്ങൾ നേരിട്ടറിയാൻ ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് PR കാത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു സുവർണ അവസരമാണ്. സർക്കാർ നൽകിയ വെബ് ലിങ്കിൽ കയറി ആരും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ദുരിതമായി മാറുകയെന്ന് ബോധ്യപ്പെടുത്താനായാൽ ഒരുപക്ഷെ വീണ്ടും വിചാരം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. PR വൈകിയാൽ അത് സാമൂഹികമായും സാമ്പത്തികമായും വലിയ തരത്തിൽ ബാധിക്കുക 10,000-കണക്കിന് UK മലയാളി കുടുംബങ്ങളെയാണ്. നഴ്സിംഗ് സമൂഹത്തിൽ നിന്നും ബ്രിട്ടനോട് വിട പറയാനുള്ള ത്വരിത നീക്കവും PR കാലാവധി ഉയർന്നാൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ നഴ്സുമാർ ഇല്ലാതെ വിഷമിക്കുന്ന NHS ആ സാഹചര്യം എങ്ങനെ തരണം ചെയ്യും എന്നതാണ് മറ്റൊരാശങ്ക. 5 വർഷം കൂടിയുള്ള കാത്തിരിപ്പിൽ ജോലി നഷ്ടമാകാനുള്ള സാധ്യത, കനത്ത വീട്ടുവാടക നൽകി താമസിക്കേണ്ടി വരുന്ന സാഹചര്യം, വീട് വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നതിൽ PR നീണ്ടുപോകുന്നതിനുള്ള കാലതാമസം ഉണ്ടാക്കുന്ന നിർണായക സ്ഥിതി, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി മുടക്കേണ്ടി വരുന്ന ഉയർന്ന ഫീസ്, വിദ്യാഭ്യാസ ലോൺ കിട്ടാനുള്ള പ്രയാസങ്ങൾ, വർക്ക് പെർമിറ്റിൽ തുടരുമ്പോൾ മറ്റൊരു ഇഷ്ടജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കൽ തുടങ്ങി സർക്കാരിന് രാഷ്ട്രീയ പ്രതിനിധികൾക്കും ഒരു തരത്തിലും ധാരണയില്ലാത്ത പല വിവരങ്ങളും PR കാത്തിരിക്കുന്ന കുടിയേറ്റക്കാർക്ക് നൽകാനാകും. ഇതേ തുടർന്ന് റൈറ്റ് ടു റിമൈൻ എന്ന ക്യാമ്പയിൻ ശക്തമായി പല കുടിയേറ്റ സമൂഹങ്ങളും നടത്തുന്നുണ്ടെങ്കിലും UK മലയാളികളുടെ ഭാഗത്തു നിന്നും സംയുക്തമായ ഒരു പോരാട്ടത്തിനുള്ള വേദി ഇനിയും തുറന്നിട്ടില്ല എന്നതാണ് സത്യം. എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ കുടിയേറ്റക്കാർ എത്തിയതിൻ്റെ ദോഷവശങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി പടർന്നത് വാസ്തവമാണെങ്കിലും നിയമപരമായി എത്തിയ കുടിയേറ്റക്കാരെ കുടിയിറക്കാനുള്ള സർക്കാർ നീക്കം അപലപനീയം തന്നെയാണ് എന്ന കാര്യത്തിലും യോജിപ്പുണ്ടാകേണ്ടതാണ്. കടൽ കടന്ന് ബോട്ടിലും മറ്റും എത്തുന്ന അഭയാർത്ഥികളായ കുടിയേറ്റക്കാർ എത്തുന്നത് തുടർന്നതിൽ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രിട്ടൻ ആ വിഷയം മറന്നാണ് നിയമപരമായി എത്തിയവരെ ഏത് വിധേനയും കുടിയിറക്കാനുള്ള നീക്കവും ആയി രംഗത്ത് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ UK മലയാളികൾ തോളൊപ്പം ചേർന്ന് പൊരുതണം. ILR 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് മാറ്റുന്ന പ്ലാന് അവസാന പടിയെന്നോണം ഇന്ന് രാവിലെ മുതൽ UK ഗവൺമെൻറ് കൺസൾട്ടേഷൻ ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ PRന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്ന അവസാന അവസരമാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും
കുടുംബത്തിലെ ഓരോരുത്തരും ഈ കൺസൾട്ടേഷൻ ഫോം ഫിൽ ചെയ്ത് PR 5-ൽ നിന്നും 10 വർഷമാക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫിൽ ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട്. അത് ഫിൽ ചെയ്ത് നിങ്ങൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് എത്രയും പെട്ടെന്ന് കണ്ട് ആവശ്യമായിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് ഈ 5 വർഷം എന്നുള്ളത് തുടരുവാനും 10 വർഷമാക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നതെന്നും ഗവൺമെൻറ്റിനെ അറിയിക്കാൻ അവസാനമായിട്ടുള്ള ഒരു ചാൻസാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് ഇത് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ സൈറ്റിൽ കയറി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും ഗവൺമെൻറ്റിനെ അറിയിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.